friends, welcome to my new video. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് ഗ്രിൽ ഇൻ എയർ ഫ്രയർ. ഇന്ന് നമ്മൾ ഫിഷ് മാർക്കറ്റിൽ പോയി ഗ്രില്ല് ചെയ്യാനുള്ള ഫിഷ് വാങ്ങിച്ചു. ഗ്രില്ല് ചെയ്യാൻ ഏറ്റവും നല്ല ഫിഷ് സീ ബ്രീമും പ്രോൺസും ആണ്. Now let's start cooking. Today I am cooking with my mom. ഹായ്, ഇനി നമുക്ക് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഗാർലിക്, ജിഞ്ചർ, ഗ്രീൻ ചില്ലി. നമുക്ക് എരിവൊക്കെ ഇച്ചിരി ആവശ്യമുള്ളവർക്കാണ് ഗ്രീൻ ചില്ലി ഇച്ചിരി കൂടുതൽ വെക്കാം. കറി ലീവ്സ്, 2 ടൊമാറ്റോ, ബ്ലാക്ക് പെപ്പർ, 1½ ലെമൺ. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലോട്ട് കട്ട് ചെയ്തെല്ലാം ഇടാം. എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് നമ്മൾ മിക്സിയിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ലെമൺ ഒഴിച്ച് ഇനി നമുക്കിതിനാവശ്യമായ ചില്ലി പൗഡർ വേണം. അത് ഞാനിത് കാശ്മീരി പൗഡറും ചില്ലിയും കൂടെ മിക്സ് ചെയ്ത പൗഡറാണ്. അത് ഒരു 1½ ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ കൊറിയാണ്ടർ, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, ഇനി ആവശ്യമായ ഉപ്പ്. ഇനി ഇതിലോട്ട് നമ്മൾ ഈ ലെമണും പിഴിഞ്ഞൊഴിക്കണം. ലെമണിന്റെയും തക്കാളിയുടെയും നീരും കൊണ്ടാണ് ഇത് അരയുന്നത്. നമ്മൾ ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കുന്നില്ല. ഇനി നമുക്കിത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ ഈ മസാലയെല്ലാം നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് സീ ബ്രീം ആണ്. ഇത് സീ ബ്രീം നമ്മളൊരു ബുക്ക് ടൈപ്പ് ഓപ്പൺ ബുക്ക് പോലെ ഇങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് വരയുമ്പം അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ചെരിച്ച് കട്ട് ചെയ്യണം, എന്നാലേ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ മസാല നന്നായിട്ട് കയറത്തുള്ളൂ. ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്യണം. പിന്നെ ഇത് പ്രോൺസ് ആണ്. പ്രോൺസ് നമ്മൾ അതിൻ്റെ ഷെല്ലോടുകൂടി എടുത്തിരിക്കുക. അകത്തുനിന്ന് അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ആക്കിയതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ഈ മസാലയെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഈ നമ്മൾ ഈ സൈഡിൽ വരഞ്ഞിട്ടില്ല, അവിടോട്ടൊക്കെ നല്ലതായിട്ട് എന്നിട്ട് തേച്ച് പിടിപ്പിക്കാം. എരിവ് കുറവുള്ളവർക്കാണെങ്കിൽ ഞാൻ കാണിച്ച ഗ്രീൻ ചില്ലിയുടെയും പെപ്പറിൻ്റെയും അളവൊക്കെ കുറച്ചാൽ മതി. എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത്രയൊക്കെ തന്നെ ചേർക്കണം, എന്നാലേ ടേസ്റ്റ് ഗ്രില്ലിനൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാകത്തുള്ളൂ. നന്നായിട്ട് തേച്ചങ്ങ് പിടിപ്പിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഫിഷിൻ്റെ അകവും പുറവും ഒക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ ഒരു പ്രയോജനം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഒട്ടും ഓയിൽ ചേർക്കുന്നില്ല. ഇനി ഇത് നമ്മൾ എയർ ഫ്രയറിൽ ഇങ്ങനെ തന്നെ വെക്കണേ. ഇത് ഇനിയും 180 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ 27 മിനിറ്റ്സ് ആണ് കുക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫിഷ് ഗ്രിൽ ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഫിഷ് 27 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫിഷ് ആയോന്ന് നോക്കാം. നമ്മുടെ ഫിഷ് ഇപ്പൊ നല്ലതായിട്ട് ആയിട്ടുണ്ട്, നല്ലതായിട്ട് മൊഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോൺസിലേക്ക് മസാല മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ പ്രോൺസും ഈ ഫോയിൽ പേപ്പറിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് പ്രോൺസ് ഗ്രിൽ ചെയ്യാം. പ്രോൺസ് ഗ്രിൽ ചെയ്യുമ്പോൾ 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് വെച്ചാൽ മതിയേ. ഫുഡെല്ലാം ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുബൂസ്, ഗാർലിക് പേസ്റ്റ്, ഹമൂസ്, ഫിഷ് ഗ്രില്ല്, പ്രോൺസ്, സാലഡ്, ബ്ലാക്ക് കോഫി, ബ്ലാക്ക് ടീ കൂട്ടിയാണ് കഴിക്കുന്നത്. Now let's eat. Bye bye. See you all in the next video.